ജോസ് കെ മാണിയുടെ പേരിൽ ജോലി തട്ടിപ്പ് നടത്തിയ പോലീസ് പിടിയിൽ. കുറവിലങ്ങാട് സ്വദേശി AJ ജോസഫാണ് പോലീസിന്റെ പിടിയിലായത്. ജോസ് കെ മാണിയുടെ ശുപാർശയിൽ സയൻസ് സിറ്റിയിൽ ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. 9 ലക്ഷം രൂപയാണ് ജോസഫ് തട്ടിയെടുത്തത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഫൈനാൻസ് വിഭാഗത്തിൽ ഞാൻ ജോലിയാണെന്നും അവിടെ നിന്നും എനിക്ക് കോഴ സയൻസ് സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ആയെന്നും സയൻസ് സിറ്റിയിൽ ജോസ് കെ മാണിയുടെ അടുത്ത ആളാണ് ഞാനും എന്നും പറഞ്ഞാണ് എന്നോട് ഈ പൈസ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് സാറുമായിട്ട് ബന്ധപ്പെട്ട് ജോസ് കെ മാണി സാറുമായിട്ട് ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് മോന് ജോലി വാങ്ങിച്ച് തരാം. അതുകൊണ്ട് 10 ലക്ഷം രൂപയാണ് എന്നോട് ഓഫർ ചെയ്തിരുന്നത്. അത് 9 ലക്ഷം കൊടുത്തു കഴിഞ്ഞിട്ട് ജോലി കിട്ടിയതിന് ശേഷം മതി 1 ലക്ഷമാണെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഞാൻ 9 ലക്ഷം രൂപയും കൊടുത്തിരുന്നു. അപ്പോൾ ജോലി കിട്ടാണ്ടായപ്പോഴത്തേക്ക് അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഓർഡർ വരാണ്ടായപ്പോഴത്തേക്ക് ഞാൻ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ തലപ്പുറം പോലീസാണ് വേണ്ട നടപടികൾ സ്വീകരിച്ച് അവർ ആളിനെ റിമാൻഡിലാക്കി. അഖിൽ കെയുടെ വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് അഖിൽ. 9 ലക്ഷം രൂപയാണ് പോയി കിട്ടിയത്. ഇതിപ്പോ എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തിയത്? എങ്ങനെയാണ് വിശ്വാസ്യത നേടിയെടുത്തത്? സുധി, അത് തന്നെയാണ്. അതായത് ഈ സയൻസ് സിറ്റിയിൽ കമ്പ്യൂട്ടർ വിഭാഗത്തിൽ ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ്. ഇതൊക്കെ ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വളഞ്ഞ വഴിയിലൂടെ ജോലി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് കരുതുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. 2025 മുതൽ 2026 വിവിധ കാലങ്ങളിലാണ് ഈ 9 ലക്ഷം രൂപ ഈ ജോസഫ് പ്രസാദ് എന്ന് പറയുന്ന തലയോലപ്പറമ്പ് സ്വദേശിയിൽ നിന്ന് വാങ്ങിയെടുത്ത് സയൻസ് സിറ്റിയിൽ കമ്പ്യൂട്ടർ വിഭാഗത്തിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ എന്നായിരുന്നു വാഗ്ദാനം. തുടർന്ന് ഇയാൾ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോഴാണ് തലയോലപ്പറമ്പ് പോലീസിൽ പരാതി നൽകുന്നത്. പക്ഷേ അതിനുശേഷം ഏറെ നാളായി ജോസഫ് ഇത്തരത്തിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. പക്ഷേ ഇയാൾ ഈ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നൊരു രഹസ്യവിവരം, ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് എത്തുന്നുണ്ട് രഹസ്യവിവരം പോലീസിൽ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കായി പോലീസ് കൃത്യമായി വലവിരിച്ച് കാത്തിരുന്നു. അങ്ങനെ വീടിനടുത്തേക്ക് എത്താൻ ശ്രമിക്കുന്നതിനിടയിൽ വീടിന് സമീപത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ജോസഫിനെ ഇന്നലെ തലയോലപ്പറമ്പ് പോലീസ് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇയാൾ സമാനമായ രീതിയിൽ നിരവധി തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. തലയോലപ്പറമ്പ് അതുപോലെ തന്നെ കുറവിലങ്ങാട് പ്രദേശങ്ങളിൽ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കേസുകൾ ഉണ്ട് എന്നും പോലീസ് പറയുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് സമാന രീതിയിൽ മറ്റാളുകളിൽ നിന്നും ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ജോസ് കെ മാണി MP അടുത്ത ആളാണെന്നും ജോസ് കെ മാണി MP വഴി ഈ സയൻസ് സിറ്റിയിൽ ജോലി തരപ്പെടുത്തിയിട്ടുണ്ട് വിശദാംശങ്ങൾ നൽകിയത്.